മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ 79 വയസ്സുകാരി നേരിട്ടത് പോലീസിൽ നിന്ന് ദുരനുഭവമാണ്. പോലീസുകാർ മർദ്ദിച്ചുവെന്നാണ് പരാതി. വർക്കല ഇടവ കൽക്കൂട്ടംവിള സ്വദേശിനി ശാരദയ്ക്കാണ് മർദ്ദനമേറ്റത്. അയൽവാസിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിൽ പരാതി നൽകാനാണ് സെക്രട്ടേറിയറ്റിലെത്തിയത്. ആദ്യ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടെന്നും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എത്തിയപ്പോഴായിരുന്നു മർദ്ദനമുണ്ടായതെന്നും ദേവകി പറയുന്നു. 3 വനിതാ പോലീസും 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. സംഭവത്തിന് പിന്നാലെ പോലീസുകാർ വീട്ടിലെത്തി പണം വാഗ്ദാനം ചെയ്തുവെന്നും ഇവർ പറയുന്നു. ഇവിടെ ചിറ്റി പിടിച്ചാണ് ഇവർ ഇങ്ങനെ എന്റെ കാലെടുത്ത് പൊക്കിയിട്ട് വണ്ടിയിൽ ചെന്ന് എന്റെ ഈ അറമാലിയെല്ലാം ഇടിച്ച് നീരും വന്ന് ഇരുന്നത്. എനിക്ക് പിന്നെ വെള്ളം തൊണ്ട ഇത്ര ഉണങ്ങിയിരിക്കുന്നു. വെള്ളം കൊണ്ട് തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നിങ്ങൾ വെള്ളം തരണ്ട, അത് വിഷം കലക്കിയ വെള്ളമാണ്. സാന്ത്വന സജുവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, എന്താണ് ഈ അമ്മ പറയുന്നത്? അമ്മ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അരുൺ, ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ വെച്ച് ഈ സംഭവം നടന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം വർക്കല ഇടവ സ്വദേശിനിയായിട്ടുള്ള 79 വയസ്സുകാരി ശാരദ എന്നാണ് അമ്മയുടെ പേര്. ഈ അമ്മ പറയുന്നത് ഇവരുടെ വീടിനടുത്തുള്ള കുറച്ചു പേർ ചേർന്ന് ഇവരുടെ കയ്യിൽ കുറച്ച് പണം കുറച്ച് നാളുകൾക്ക് മുൻപ് വാങ്ങിച്ചിരുന്നു. 2023 പണം വാങ്ങിച്ചത്. 2.5 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. ഈ അയൽവാസിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഈ പണം വാങ്ങിച്ചത്. പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല. ഈ അമ്മ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പലവട്ടം പൈസ തിരിച്ചു ചോദിച്ചു, അത് കൊടുത്തില്ല. അത് മാത്രവുമല്ല, ഇവരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്താനൊക്കെ ശ്രമിച്ചു. ആ സാഹചര്യത്തിലാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസൊക്കെ നടന്നു വരികയാണ്. പക്ഷെ വീണ്ടും ഈ അയൽവാസികളുടെ ശല്യം സഹിക്കാതെ വന്നതോടെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് ഒരു പരാതി നൽകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കാണുകയും പരാതി നൽകുകയും ചെയ്യുന്നത്. ആദ്യം ഒരു ദിവസം എത്തിയ പരാതി നൽകി എന്നുള്ള കാര്യമാണ് ഈ അമ്മ പറയുന്നത്. പിന്നീട് വീണ്ടും എത്തിയത് ഈ മാസം 20-ാം തീയതിയാണ്. അങ്ങനെ രണ്ടാമത് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്ന് മാത്രമല്ല, തന്നെ മർദ്ദിച്ചു എന്നുള്ള കാര്യം കൂടി ഈ അമ്മ പറയുന്നത്. അതിൽ 5 വനിതാ പോലീസുകാരും 3 പുരുഷ പോലീസുകാരും ചേർന്നാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഈ അമ്മ പറയുന്നത്. തന്നെ അകത്തേക്ക് കയറി പോകാൻ ശ്രമിച്ചു. വീണ്ടും മുഖ്യമന്ത്രി വരാൻ പറഞ്ഞിട്ടാണ് താൻ വന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അവർ കേട്ടില്ല. ഒരു വാഹനത്തിലേക്ക്, പോലീസ് ജീപ്പിലേക്ക് വലിച്ചു തന്നെ ഇടുകയായിരുന്നു. ആ സമയത്ത് കണ്ണിൽ വെച്ചിരുന്ന കണ്ണട പൊട്ടി. അതുപോലെ തന്നെ മുഖത്തിന് പരിക്കേറ്റു. കയ്യിലും കാലിലും ഒക്കെ സാരമായി പരിക്കേറ്റു എന്നാണ് ഈ ശാരദാമ്മ പറയുന്നത്. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറെ അധികം സമയം അവിടെ ഇരുത്തുകയും ചെയ്തു. എന്ത് കാരണത്തിലാണ് തന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടും അവർ വിടാൻ തയ്യാറായില്ല എന്നുകൂടി ഈ അമ്മ പരാതിയായി ഉയർത്തുന്നുണ്ട്. അതിനുശേഷം ഈ പോലീസുകാർ പണം വാഗ്ദാനം ചെയ്തു, ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് പണം വാഗ്ദാനം ചെയ്തു എന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ തേടാൻ എത്തിയപ്പോൾ ആശുപത്രി അധികൃതരാണ് ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട് എന്നും അറിയിച്ചുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചത്. വർക്കല പോലീസിലാണ് എന്തായാലും താലൂക്ക് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ അമ്മ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷേ ആശുപത്രി അധികൃതർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇപ്പോൾ വർക്കല പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ അമ്മ പരാതി നൽകും എന്നുകൂടി അവര് പറയുന്നുണ്ട്. ഇത് ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ഇതിലെ 2 വനിതാ പോലീസുകാർ വീട്ടിലെത്തി വീണ്ടും പണം വാഗ്ദാനം ചെയ്തു എന്നുകൂടിയൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കൃത്യമായി പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൽ മറ്റ് വിവരങ്ങൾ എന്തായാലും പുറത്തു വരികയുള്ളൂ. വർക്കല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. അരുൺ, താങ്ക് യു. സാന്ത്വന സജുവാണ് വിവരങ്ങൾ നൽകിയത്.